അതേസമയം ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെ ജനവാസ മേഖലകളിലൂടെ കാട്ടുകൊമ്പൻ നടത്തുന്ന സ്വൈര്യവിഹാരം തുടരുകയാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെ കാട്ടുകൊമ്പൻ പടയപ്പ സ്വൈര്യവിഹാരം നടത്തുന്നത് തുടരുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് കാട്ടാന വീണ്ടും വീണ്ടും ജനവാസ മേഖലകളിലേക്കെത്തുന്നത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപകം നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം നിർത്തിയിടുന്ന വാഹനങ്ങൾക്കും കാട്ടാന കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വീടുകൾക്കു നേരെ ആക്രമണമുണ്ടാകുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ കാട്ടാന ഇടയ്ക്കിടെ ഗതാഗത തടസ്സവും തീർക്കുന്നു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്നു പടയപ്പയ്ക്കെങ്കിലും ഇപ്പോൾ കാട്ടാന ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ആനയ്ക്ക് മുമ്പിൽ പെടുമോയെന്ന ആശങ്കയോടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ.